കാഞ്ഞിരപ്പള്ളി ഇരട്ടക്കൊലപാതക കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷ. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2022 മാർച്ച് 7-നാണ് സഹോദരനെയും അമ്മാവനെയും ജോർജ് കൊലപ്പെടുത്തിയത്. സ്വത്ത് തർക്കവും തുടർന്നുള്ള വൈരാഗ്യവും ഇവ രണ്ടും കൊണ്ടെത്തിച്ചത് സഹോദരന്റെയും അമ്മാവന്റെയും കൊലപാതകത്തിലേക്ക്. 2022 മാർച്ച് 7-ന് പ്രതി ജോർജ് കുര്യൻ, ഇളയ സഹോദരൻ രഞ്ജു കുര്യൻ, അമ്മാവൻ മാത്യു സക്കറിയ എന്നിവരെ കാഞ്ഞിരപ്പള്ളിയിലെ കുടുംബ വീട്ടിൽ വെച്ച് വെടിവെച്ച് കൊന്നുവെന്നാണ് കേസ്. കോട്ടയം അഡീഷണൽ സെഷൻസ് കോടതി പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. വിവിധ വകുപ്പുകൾ പ്രകാരം 8 വർഷവും 3 മാസവും ശിക്ഷ അനുഭവിക്കണം. അതിനുശേഷമാണ് കൊലപാതക കേസിലെ ഇരട്ട ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കേണ്ടത്. 20 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. പിഴത്തുക കൊല്ലപ്പെട്ട രഞ്ജു കുര്യന്റെ കുടുംബത്തിന് നൽകണം. വിധിയിൽ തൃപ്തിയെന്ന പ്രോസിക്യൂഷൻ. 449 കോടതി 6 വർഷം തടവ്, അതുപോലെ തന്നെ 506 പാർട്ട് 2-ന് 2 കൊല്ലം തടവ്, ആംസ് ആക്ടിന് 3 മാസം തടവ്. അതുകൂടാതെ ഓരോ കൊലപാതകത്തിനും ഓരോ ജീവപര്യന്തം വെച്ച് ഡബിൾ ലൈഫ് ഇംപ്രിസൺമെന്റ് ഇത്രയാണ് ശിക്ഷിച്ചത്. അതുകൂടാതെ ഫൈൻ 10 ലക്ഷം രൂപ, ഓരോ കൊലപാതകത്തിനും 10 ലക്ഷം രൂപ വീതം ഫൈൻ. ആ ഫൈൻ ഈടാക്കിയാൽ അത് മരണപ്പെട്ട രഞ്ജുവിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കോമ്പൻസേഷൻ ആയിട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. പ്രതിക്കെതിരെ പോലീസ് ചുമത്തിയ വകുപ്പുകളെല്ലാം പ്രോസിക്യൂഷൻ കോടതിയിൽ തെളിയിച്ചു. കൊലപാതകം, വീട്ടിൽ കയറി ആക്രമിക്കൽ, ആയുധം കയ്യിൽ വെക്കൽ, സാക്ഷികളെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയവയാണ് ചുമത്തിയത്. പ്രധാന സാക്ഷികൾ കൂറുമാറിയെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ പ്രതിക്കെതിരായിരുന്നു. കൊലപാതകം ആസൂത്രണം ചെയ്തതാണെന്ന് തെളിയിക്കാൻ തലേ ദിവസം ജോർജ് കുര്യൻ സഹോദരിയുമായി നടത്തിയ വാട്സപ്പ് ചാറ്റ് അന്വേഷണ സംഘം വീണ്ടെടുത്തിരുന്നു. 138 സാക്ഷികളെയും 96 രേഖകളെയും പ്രോസിക്യൂഷൻ ഹാജരാക്കി. ജനം, കോട്ടയം.